ഇന്നത്തെ നമ്മുടെ റെസിപ്പി cheeseless cheese cake. ചീസ് ഇല്ലാത്തൊരു ചീസ് കേക്ക് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ചീസ് ഇല്ലാണ്ട് എങ്ങനെയല്ലേ ചീസ് കേക്ക് ഉണ്ടാക്കാം? പക്ഷേ അതിനൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അതായത് നമ്മൾ ചീസിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫ്രോസൺഡ് ബനാനാസ്. നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് നല്ല ഐസ് ക്യൂബ്സ് പോലെ ആക്കിയെടുത്ത ബനാനാസ് ആണ് നമ്മൾ ഇന്ന് ഈ കേക്കിൽ ചീസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ചീസ് ഇഷ്ടമല്ല. അതായത് ദോസ് ഹു ഹേറ്റ് ചീസ് അവർക്കുള്ള ഒരു ചീസ് കേക്ക് റെസിപ്പി ആയിരിക്കും ഇത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേക്കിംഗ്, നോൺ ബേക്കിംഗ്, ഡെസേർട്ട്സ്, ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ ഓൺ റെസിപ്പീസ്, ഞാൻ ഓണായിട്ട് തിങ്ക് ചെയ്ത് എഴുതി വെച്ച റെസിപ്പീസൊക്കെ ഉണ്ട് ഒരുപാട്. അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യരുത്. ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 cups oats. 2 cups oats. അതിൽ കുറച്ച് പ്രോട്ടീൻ മിക്സ് ഉണ്ട്. അത് റോസ്റ്റഡ് പംകിൻ, വാട്ടർമെലൺ, ആൽമണ്ട്, സോയാ നട്ട്സ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സീഡ്സോ അല്ലെങ്കിൽ വെറും ആൽമണ്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. സോ നമ്മുടെ ഈ സീഡ്സ് അര കപ്പ് അതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഓട്സിനൊരു നല്ലൊരു മണം വരും, നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ സമയം വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടായി കൊടുക്കുക. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അത് മതിയാവും. അതാണ് അതിൻ്റെ ഒരു ടൈമിങ്. നമുക്ക് എടുക്കാം. സോ നെക്സ്റ്റ് നമ്മുടെ ഈ ഓട്സും സീഡ്സും നമ്മളൊരു മിക്സി ജാറിനകത്തിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടിപ്പിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര നൈസ് ആവണമെന്നില്ല, എന്നാൽ കുറച്ചൊരു നമ്മുടെ എന്താ ഞാൻ പറയാം, ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പൊടിപ്പിച്ചെടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തോട്ടേക്ക് 2 tablespoon coconut oil, വെളിച്ചെണ്ണ, and 1 tablespoon honey. വളരെ കുറച്ച് സോൾട്ട്. നമുക്കിതിനെ നല്ല രീതിയിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിനെ ഒരു ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ തന്നെ വേണം. അതിലും അടിയിലിങ്ങനെ സെപ്പറേറ്റ് ആവുന്ന നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതിനിങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് അടിയിൽ നിന്ന് വരുന്ന ഒരു ലൂസ് ബോട്ടം പാൻസ് കിട്ടും. അതുണ്ടെങ്കിൽ സിമ്പിളായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് അവസാനം ഇതിങ്ങനെ കമത്തിയെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഇത് മാത്രം ഊരി സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു പാൻ വേണം. അതിനകത്ത് ഈ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഈ എഡ്ജ് വരെ, ഇതിൻ്റെ ഈ ഏരിയ വരെ നമ്മൾ ആ ബട്ടർ പേപ്പർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കണം. ഇനി അതിനകത്തൊട്ടേക്ക് നമുക്ക് നമ്മുടെ ഈ ഓട്സിൻ്റെ മിക്സ് ബേസ് പോലെ നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു പാത്രം, എന്തെങ്കിലും കുറച്ച് വെയിറ്റുള്ള പാത്രം വെച്ചിട്ട്
ഇനി നമുക്ക് ഈ ടിന്ന് ഫ്രീസറിനകത്ത് ഒരു 1 hour നമുക്ക് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കണം. ഒരു 1 hourനകത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ഫില്ലിങ്സ് ചെയ്യാം. അതാണ് നമ്മുടെ ചീസ്ലെസ് ചീസ് ഫില്ലിങ്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇതാദ്യം ഞാൻ കൊണ്ട് ഫ്രീസറിനകത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ചീസ്ലെസ് ചീസ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നല്ല പഴുത്ത മാങ്ങ ആൻഡ് ബനാനാസ് അടിയിലുണ്ട്. ഇപ്പം ഇത് കുറച്ചൊന്ന് ഞാൻ ഫ്രീസറിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുക. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇതൊന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് സോഫ്റ്റായി കണ്ടില്ലേ. ഏകദേശം ഒന്ന് സോഫ്റ്റായി. ഒരുപാട് അങ്ങോട്ട് പോരുത്. ആ തണുപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമുക്കിതിനെ നമ്മുടെ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ജാറിനകത്തോട്ടേക്ക്. നെക്സ്റ്റ് കൊക്കോ പൗഡർ, ക്ലോവ്സ്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കിട്ടും. ടേസ്റ്റും ഐസ്ക്രീം പോലെ. ഓക്കെ, ഇപ്പം ഞാൻ ഫ്രീസറിന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവച്ചില്ലേ ഓട്സ് ബേസ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ല രീതിയിൽ സെറ്റായി ഒന്ന് ഹാർഡായിട്ടുണ്ട്. നേരത്തെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിരുന്നു, കുറച്ച് ഹാർഡായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം അരച്ച് വെച്ചില്ലേ ബനാന ആൻഡ് മാംഗോസ് ഐസ്ക്രീം, ഇൻസ്റ്റൻറ്റ് ഐസ്ക്രീം, അത് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചെടുക്കാൻ പോവാം. It's like a family tree, part of you and part of me. And if we should separate, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫില്ലിങ്സും റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മളിനി ഒരു ഫ്രീസറിൽ എഗെയിൻ ഒരു 1/2 hour to 1 hour നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അടുത്ത ടോപ്പിംഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ടോപ്പിങ്സിന് വേണ്ടത് മാംഗോ, നല്ല പഴുത്ത മാങ്ങ, നാരങ്ങ, കുറച്ച് ഷുഗർ, വളരെ കുറച്ച് ഷുഗർ, സോ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിങ്സ് റെഡിയാക്കാം. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ, കുറച്ച് പഞ്ചസാര, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് ലെമണിൻ്റെ തൊലി, ചീസ്ലെസ് ചീസ് കേക്ക് ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാനുള്ള 2-3 സ്റ്റെപ്സാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു ഹൈറ്റ് ഉള്ളൊരു പാത്രം എടുക്കുക. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് ഇതിനെ വയ്ക്കുക ചെയ്യുക. ഓക്കെ, ഇതിനെ മാത്രം ഇങ്ങോട്ട് എടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോ പ്യൂരില്ല, മാംഗോ, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ മാറ്റി ഇങ്ങനെ വയ്ക്കാം.
Bring the funk back.